ഹലോ, ഇന്ന് ഞാനാണ് ഇന്നത്തെ വ്ളോഗർ. ഈ വ്ളോഗ് ഞാൻ ആദ്യമേ മുൻകൂർ ജാമ്യം എടുത്തു വെക്കാണ്. ഈ ഒരു വ്ളോഗ് ഇടുമെന്നൊരു ഉറപ്പൊന്നുമില്ല. ഞാൻ ചുമ്മാ ഒരു ഫണ്ണിന് വേണ്ടി എടുക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. പിന്നെ എനിക്ക് ഈ പരിപാടി ഞാൻ ഒരു അരമുക്കാൽ മണിക്കൂറായി ഞാൻ ഈ പരിപാടി ചെയ്യാൻ നോക്കണം. നടക്കുന്നില്ല, എന്നെക്കൊണ്ടിത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ കുറച്ചൊക്കെ എടുത്തു വെക്കുകയാണ്. മെയിൻ സംഭവം ഇന്നത്തെ എൻ്റെ ഹസ്ബൻഡിനൊന്ന് ഗ്രൂം ചെയ്തെടുക്കാൻ ഞാൻ കുറേ ദിവസമായി സാലിനെ ഞാനൊന്ന് പറയുന്നു. നോമ്പൊക്കെയാണ് വരുന്നത്, അപ്പോൾ ഒന്ന് സെറ്റ് ആവിടോ, ആ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കള. കാരണം എനിക്ക് എല്ലാ ദിവസവും മടിയനാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഞാൻ തന്നെ ഇതൊക്കെ CV കൊടുക്കണം, മെസ്സാജ് ചെയ്ത് കൊടുക്കണം. രാവിലെ തൊട്ട് രാത്രി കിടക്കുന്ന വരെ മുടി എനിക്കാണ് പണി. പിന്നെ എൻ്റെ മുടിയും ഇടുന്ന ബാൻഡ്സൊക്കെ ഇവൻ എടുത്തിട്ട് പോയിട്ട് നശിപ്പിക്കുക, കളയുക. ഞാൻ എത്ര ബാൻഡ്സാണ് ഞാൻ ഓർഡർ ചെയ്യുന്നതെന്ന് പറയും. എനിക്ക് വയ്യാണ്ടായി, മടുത്ത്. ഇപ്പോൾ അവൻ മുടി കയറിയെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ കുഞ്ഞുവിൻ്റെ റൂമിലേക്ക് വന്നതാണ്. കുഞ്ഞു ഇപ്പോൾ രാവിലെ കോളേജിൽ പോയി, മൺഡേ ആയതുകൊണ്ട് കുഞ്ഞു കോളേജിൽ പോയോണ്ടാട്ടെ എനിക്ക് ഞാൻ കുറേ ദിവസമായി ഒന്ന് എണീറ്റ് ഇത് ചെയ്യണമെന്ന് കരുതുന്നു. കാരണം ഞാൻ നേരിട്ട് വെട്ടാൻ നോക്കിയപ്പോൾ അവൻ സമ്മതിച്ചില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടാസ്ക് സാലിയുടെ മുടി വെട്ടുക എന്നുള്ളതാണ്. സക്സസ് ആവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. എൻ്റെ കയ്യിൽ മുടി വെട്ടുന്ന കത്രികയില്ല. ഞാൻ കുഞ്ഞുവിൻ്റെ അടുത്ത് വന്നത് ഇവളുടെ അടുത്ത് വല്ലതും ഉണ്ടാവോ എന്നറിയാനാണ്. ഇവളുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് പെട്ടു, അല്ലെങ്കിൽ താഴെ പോയി മമ്മിയുടെ അടുത്ത് വയ്ക്കണം. മമ്മി നല്ല തിരക്കിലാണ്, ആട്ടോന്നറിയില്ല. പക്ഷേ നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് ഉമ്മയും കുറേ ആയി പറയുന്നത് വെട്ട് കുഞ്ഞുമോനെ, മുടി വെട്ട് കുഞ്ഞുമോന്. ഇവളുടെ കയ്യിൽ വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, കത്രിക ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. സത്യം പറഞ്ഞ് വ്ളോഗൊക്കെ എടുക്കുന്നത് ഭയങ്കര പാടാട്ടോ. ഇവരെ ഞാൻ സമ്മതിച്ചു. ഞാനിത് എത്ര സമയം ഇവിടെ നമുക്ക് സൈലൻ്റ് ആയിരിക്കണം. ബിക്കോസ് എന്നെപ്പോലെയല്ല, ഞാൻ ഭൂമി ഉരുണ്ട് വീണാലും ഞാൻ എണീക്കാറില്ല. പക്ഷേ ഇവൻ ചെറിയ സൗണ്ട്സ് കേട്ടാലും എണീക്കും. മമ്മി എണീറ്റ്, മമ്മിക്ക് രാവിലെ കേട്ടറുകളുണ്ട്. മമ്മി രാവിലെ ഇവിടുന്ന സാധനങ്ങളൊക്കെ അരിയും. അപ്പോൾ മമ്മി നല്ല പണിയിലായിരിക്കും. മമ്മീനെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യരുത്. മമ്മിയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. മമ്മി, എൻ്റെ തുണി വെട്ടുന്ന കത്രികയൊക്കെ എവിടാ? ഇന്ന് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. പുത്രൻ്റെ വാല് വെട്ടാൻ പോവാ, അവൻ്റെ മുടി വെട്ടാൻ പോവാ. മമ്മിയുടെ അഭിപ്രായം എന്താ? കണ്ടോ, ഉമ്മക്കും എല്ലാവർക്കും ഉള്ളൊരു പൊതു അഭിപ്രായമാണ്, പൊതു ശല്യമാണ് എൻ്റെ ബേബിയുടെ മുടി. സോ നമുക്ക് മമ്മിയുടെ റൂമിലും സെർച്ച് ചെയ്യാം. പിന്നെ ഒരുപാട് ബഹളം ഞാൻ ഉണ്ടാക്കുന്നില്ല, താഴത്തെ സൗണ്ടൊന്നും കേൾക്കില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. ലൈറ്റിൻ്റെയൊക്കെ നല്ല പ്രശ്നമുണ്ട്. പക്ഷെ ക്യാമറയെ പിടിച്ചിട്ട് കൈവേദന എടുക്കുന്നുണ്ട്. അയ്യോ, ഞാൻ വേർത്ത് കുളിച്ചപ്പോഴേ. മമ്മി ഇതെവിടെ വെച്ചേക്കുന്നു? ഇനി ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്? മൂർച്ചയുണ്ടോ നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ ടൂൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ എൻ്റെ ക്യാമറ, എൻ്റെ ഫോൺ എന്തായാലും റൂമിലുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ ടൈം തെറ്റായിരുന്നു. 8 മണി ഇപ്പോൾ ആകുന്നേ ഉള്ളൂ. ഞാനപ്പോൾ ഇന്ന് കുറേ നേരത്തെ എണീറ്റു. ഞാൻ പിന്നെ റൂമിൻ്റെ ഡോറ് അധികം അടച്ചില്ല. കാരണം ഐ മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് പ്രശ്നമല്ല. ഐ മാസ്ക് ഇല്ലെങ്കിൽ ഐ ആം സ്ക്രൂഡ്. ഭാഗ്യത്തിനായി മാസ്ക് ഇട്ടിട്ടുണ്ട്. ഈസിയായിട്ട് ഞാൻ പ്രശ്നമാണെന്നുണ്ട്. ഐ മാസ്ക് ഇട്ടിട്ടൊക്കെ കിടക്കും, സ്റ്റൈലിലൊക്കെ നമ്മൾ കിടക്കും. യെസ് ബേബി. ഐ തിങ്ക് ഉറക്കാണ്. സാലി പിന്നെ ഒരു യൂട്യൂബറിൻ്റെ കൂടെ ജീവിച്ച് 3-4 കൊല്ലമായി. ഓക്കെ, നമുക്ക് ഈ വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തമ്പനിയിൽ വേണം ഞാനൊരു
എടുക്കാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ തന്നെ ഇങ്ങനെ സംസാരിക്കണേ, ഒന്നും കേൾക്കൂല. നമുക്ക് തമ്മിലെടുക്കാം. ഇത് വേണ്ട. ഞാൻ വെട്ടിയത് ശരിയായില്ല, എല്ലാം ബ്ലായിപ്പോ. ഇതെന്താ അറിയാത്തത് ഇവൻ? വൈ ദിസ് പേഴ്സൺ ഇസ് നോട്ട് റെസ്പോണ്ടിങ്? പലതവണ ഞാൻ വിളിച്ചു പറഞ്ഞു. ഇത്ര മുമ്പി ഇന്നത്തെ കുഞ്ഞുണ്ട്. ഇനി നമുക്ക് വേക്കപ്പ് ചെയ്യാം. Good morning, rise and shine. Salif, എനിക്ക് എനിക്ക് കണ്ണു തുറക്ക്. എനിക്ക് 11 മണിയായി. ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ സമയായി. കുഞ്ഞുമില്ല, ഞാൻ ഒറ്റയ്ക്ക. Good morning, rise and shine. എങ്ങനെയുണ്ട് എൻ്റെ സെറ്റപ്പ്? എടി ഈ സ്റ്റാൻഡ് മേല് ഇപ്പൊ വലിയ ക്യാമറ വെക്കരുത്, ഫോണ് വെക്കണ സ്റ്റാൻഡാ. I'm sorry. അത് പൊട്ടി. I'm sorry. അത് ഒരു പൊട്ടി. I'm sorry. നിക്ക്. I'm sorry. സാരല്ല. I'm sorry. കൊഴപ്പില്ല. എന്തിനാന്ന് ചോദിക്ക്. ഇത് ഇങ്ങനെ വെച്ച് പൊട്ടിപ്പോവാത്. എന്തിനാന്ന് ചോദിക്ക്. എന്തിനാ എന്നെ കാണുന്നില്ല? എന്തിനാ എന്തിനാ എന്തിനാ? സോറി. പിടിക്കാനില്ലേ? I'm sorry. You can പിടിക്കൽ this. മുടി തൊഴിയും നിന്റെ മുടിയാ. എനിക്ക് വേണ്ട. എനിക്കെന്താവുന്നേ?
നീ ശരിക്കും വെട്ടില്ലടി. അയ്യോ എനിക്ക് ക്യാമറ അയ്യോ എല്ലാം നീ തീർന്നടി. നീ ഇല്ല camera- ഇല്ല, ഇല്ല മമ്മി പറഞ്ഞു വെട്ടിക്കോളാൻ. മമ്മി മമ്മി പറഞ്ഞു വെട്ടിക്കോളാൻ. മമ്മി വർഷങ്ങളെ കഷ്ടപ്പാട് പറ്റി. ക്യാമറ അവിടെ വെച്ചിട്ടാണ് പോയി. നീ പുറത്ത് വരൂ. സ്റ്റാൻഡും ക്യാമറയും ക്യാമറ ഇതെങ്ങനെ ടീമിൽ വെച്ചത്? കുരിപ്പ് എന്റെ മുടി പോയി. ഫ്രീ ഹെയർ കട്ട്. നിന്റെ തല കുരിപ്പേ. അയ്യേ എന്തുപോലെ കൈ പിടിച്ചിട്ട് പുറത്ത് ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം.